ഫെമിനിസം സ്ത്രീക്കും പുരുഷനും സമൂഹത്തിൽ തുല്യസ്ഥാനം വേണമെന്ന ആശയം. വർഷങ്ങൾക്ക് മുമ്പ് നടി പാർവതി തിരുവോത്ത് കസബ എന്ന സിനിമയിൽ ഒരു സ്ത്രീവിരുദ്ധ രംഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിലൂടെയാണ് ഈ ആശയം കേരളത്തിൽ അധികമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ പ്രസ്താവനയ്ക്ക് ശേഷം പാർവതിക്ക് നേരെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ട ആക്രമണമൊക്കെ ഉണ്ടായി. പാർവതിക്ക് മാത്രമല്ല, അതിനുശേഷം ഒരുപാട് നടിമാർ ഇതിനെ സപ്പോർട്ട് ചെയ്ത്, ഈ ഫെമിനിസം എന്ന ആശയത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള എല്ലാവർക്കെതിരെയും കടുത്ത ആൾക്കൂട്ട ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒരാൾക്കെതിരെ മാത്രമാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളതെങ്കിൽ നമുക്ക് അത് ആ വ്യക്തിയുടെ പ്രശ്നമാണെന്ന് ഏതെങ്കിലും രീതിയിൽ ന്യായീകരിക്കാൻ കഴിയും. പക്ഷേ സ്മാർട്ടായിട്ട്, ഇൻ്റലിജൻ്റായി, ബോൾഡായി അഭിപ്രായം പറയുന്ന എല്ലാ നടിമാർക്കെതിരെ ഇത്തരം ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരു കാരണമേ ഉള്ളൂ: സ്ത്രീകൾക്കൊരു സ്ഥാനമുണ്ട്, അവർ ചിന്തിക്കാൻ പാടില്ല, അവർ ചിന്തിക്കുന്നത് അപകടമാണ് എന്നുള്ളൊരു പുരുഷന്മാരുടെ ഇൻസെക്യൂരിറ്റി. ഐ നോ ദിസ് ബിക്കോസ് ഐ ഹാവ് ബീൻ ദെയർ. എനിക്കന്ന് അതിനുള്ള പ്രായവും പക്വതയും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ആയിട്ടുള്ളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്, സ്ത്രീവിരുദ്ധമായിട്ടുള്ളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് സിനിമയിലും സ്ത്രീവിരുദ്ധത ഉണ്ടാവില്ല എന്നൊരു ചോദ്യമുണ്ട്. സിനിമയിൽ സ്ത്രീവിരുദ്ധത ഉണ്ടാകുന്നതേ കുഴപ്പമില്ല, പക്ഷേ സ്ത്രീവിരുദ്ധതയെ ഗ്ലോറിഫൈ ചെയ്യുന്നത് മാസ് BGM സ്ലോ മോഷനും കേട്ട് സിനിമ ആ ഒരു പക്ഷം പിടിക്കുന്നത് അതാണ് ശരി, അതാണ് മാസ് എന്നൊരു സാധനം പിടിക്കുന്നത് അതാണ് തെറ്റ്. സിനിമ അങ്ങനെ ഒരു പക്ഷം പിടിക്കാൻ പാടില്ല. പക്ഷം പിടിക്കാതെ സമൂഹത്തിൽ നടക്കുന്നത് അതുപോലെ കാണിക്കുന്നത് യാതൊരു തെറ്റുമില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പാർവതിയും ബാക്കിയുള്ള ഫെമിനിസ്റ്റുകളൊന്നും ഇങ്ങനൊരു പരസ്യ പ്രസ്താവന ആയിരുന്നില്ല നടത്തേണ്ടിയിരുന്നത്. ഇത് അവരെ തന്നെ ഒരു സ്വയം ഒരു ടാർഗറ്റാക്കി ആക്രമിക്കാനുള്ള ഒരു ആൾക്കൂട്ടത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്ന പോലൊരു പരിപാടിയായിപ്പോയി. ശരിക്കും ഞാൻ ആ റിമാക്കൽ ലിങ്കലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി ഇടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലിങ്ങനെ മീനിൻ്റെ കഷ്ണം കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം, അത് ഭയങ്കരമായ ട്രോള് കിട്ടിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ശരിക്കും ഒരു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ചെറിയ പെൺകുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഒരു ചെറിയൊരു വിവേചനം കുറച്ച് ഇൻറ്റൻസായിട്ട് കാണിക്കുന്നൊരു ഷോർട്ട് ഫിലിമായിട്ട് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് കറക്റ്റ് ആ മെസ്സേജ് കൺവേ ആകുമായിരുന്നു. ഈ സിനിമ എന്ന് പറയുന്ന ഏറ്റവും നല്ല മാസ് കമ്മ്യൂണിക്കേഷനുള്ള ഏറ്റവും നല്ല മീഡിയമാണ് സിനിമ. ഈ സിനിമയിലേക്ക് ആക്സസ് ഉള്ള ഈ സിനിമ ചെയ്യാൻ വേണ്ട റിസോഴ്സുകളിലേക്ക്, ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യക്തികളിലേക്ക് ആക്സസ് ഉള്ള ആളുകൾ എന്തിനാണ് വാക്കുകൾ യൂസ് ചെയ്യുന്നത് ഐഡിയാസ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട്? ഓക്കെ, ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഐ ആം നോട്ട് ഡിസ്റെസ്പെക്റ്റിംഗ് ദെയർ സെൽഫ് സാക്രിഫൈസ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതായിരുന്നു കുറച്ചുകൂടി നല്ല റൂട്ട് എന്ന് തോന്നുന്നുണ്ട്. എനിവേ, പാർവതി എന്തായാലും ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുമെന്ന് അറിയാൻ കഴിഞ്ഞു. സോ എന്തായാലും നമുക്ക് കുറച്ച് മലയാളത്തിലെ കുറച്ച് സ്ത്രീപക്ഷ സിനിമകളുടെ പേരോട് പറഞ്ഞിട്ട് വീഡിയോ നിർത്താം. ഒന്ന് കാബാലിക NN പിള്ള സാറ് തിരക്കഥ എഴുതിയ സിനിമയാണ്. NN പിള്ള അന്നൂറാനായിട്ട് അഭിനയിച്ച നടൻ. വിജയരാഘവൻ്റെ ഫസ്റ്റ് ക്യാമിയോ അപ്പിയറൻസ് ഈ സിനിമയിലാണ്. ഷീലയാണ് പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നത്. കാലഘട്ടത്തിൻ്റെതായ ലിമിറ്റേഷൻസ് ടെക്നിക്കൽ സൈഡിലും നരേറ്റീവ് സൈഡിലും ഒക്കെ ഉണ്ടാവും. അത് മനസ്സിൽ വെച്ചുകൊണ്ട് കാണാൻ കഴിയുന്നവർ കണ്ടു നോക്കുക. അവളുടെ രാവുകൾ, IV ശശിയുടെ. ശ്രീനിവാസൻ 17 പ്രാവശ്യം കണ്ട സിനിമ. ഒരു സെക്സ് വർക്കറിൻ്റെ ലൈഫാണ് കാണിക്കുന്നത്. ചട്ടക്കാരി, സേതുമാധവൻ സാറിൻ്റെ. ഇത് ഫോർട്ട് കൊച്ചി ഭാഗത്തുള്ള ആംഗ്ലോ ഇന്ത്യൻസ്, അവർ കുറച്ചുകൂടി പ്രോഗ്രസീവായിട്ടുള്ള ആളുകളാണല്ലോ. അപ്പോൾ അവരുടെ അന്നത്തെ കാലഘട്ടത്തിലെ ജീവിതവും രണ്ട് കൾച്ചേഴ്സ് തമ്മിലുള്ള ഒരു ക്ലാഷ് അല്ലെങ്കിൽ ഒരു ഇൻ്റർമിംഗ്ലിംഗ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൊരു ഭയങ്കര മനോഹരമായിട്ടുള്ള സിനിമയാണ് ചട്ടക്കാരി. ആദാമിൻ്റെ ഭാര്യയല്ലേ, KG ജോർജ് സാറിൻ്റെ ഒരുപാട് സിനിമകൾ ഈ ലിസ്റ്റിൽ പറയാൻ കഴിയും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു തീമിൽ പറയുമ്പോൾ, സ്ത്രീപക്ഷ സിനിമ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയാവുന്ന പേര് ആദാമിൻ്റെ ഭാര്യയല്ലാണെന്ന് തോന്നുന്നു. കുറച്ചധികം സ്ത്രീകളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് സമൂഹത്തിലെ വിവേചനവും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നൊരു ബ്രില്യൻ്റ് സിനിമയാണ്. പുതിയ സിനിമകളൊക്കെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് പറയുന്നില്ല. ഞാൻ വിട്ടുപോയ പഴയ സ്ത്രീപക്ഷ സിനിമകൾ, എനിക്ക് അറിയാൻ ചാൻസ് ഇല്ലാത്ത സ്ത്രീപക്ഷ സിനിമകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക.